ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഖത്തറിലെ ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് കേട്ടോ. ഖത്തറിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഖത്തറ ഹിൽ സ്റ്റേഷനും അതിൻ്റെ മുകളിലായിട്ടുള്ള ഒരു അടിപൊളി വാട്ടർഫാൾസും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് കയറാൻ പോകാൻ കേട്ടോ. നമ്മളിപ്പോൾ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ നടന്നിട്ടാണ് ഇത് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പാർക്കിൽ പോയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് നടങ്ങിയിട്ടാണ് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് എൻട്രി തികച്ചും സൗജന്യം കേട്ടോ. അതുപോലെ പാർക്കിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ ഫീസില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടേക്ക് നടക്കാൻ ഒരുപാട് പേര് വരാറുണ്ട്. ഇവിടെ നല്ല നടക്കാൻ ഒരു ട്രാക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നമുക്ക് റൗണ്ടിൽ കൂടെ കറങ്ങാൻ പറ്റും. ഈ ഒരു ഗ്രീനറിയും അതുപോലെ ഈ ഒരു ഹിൽ സ്റ്റേഷനും ഇതിൻ്റെ മുകളിൽ വളരുന്ന അടിപൊളി മരങ്ങളൊന്നും ഇവിടെ നാച്ചുറലായിട്ട് ഉണ്ടായതല്ല കേട്ടോ. ഇതൊക്കെ മാൻമെയ്ഡാണ്. ഇവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന് നട്ടതാണ് ഇവിടെ. കൊടും ചൂടിലാണ് ഇങ്ങനെ പച്ചപ്പ് വിരിച്ച ഒരു അടിപൊളി ഹിൽ സ്റ്റേഷൻ അവർ ഉണ്ടാക്കിയെടുത്തിക്കണമെന്ന് ആലോചിക്കണം. ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ നമുക്കും പറ്റിയെന്ന് വരും. പക്ഷേ അത് ഇതുപോലെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്താണ് അതിൻ്റെ വിജയം. ഏത് നേരത്തും ഇവിടെ സെക്യൂരിറ്റിക്കാരും അതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാഫും എപ്പോഴും ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരു ചെറിയ കച്ചറ പോലും ഇവിടെ കാണാൻ പറ്റില്ല. എല്ലാ സൈഡിലും ഡസ്റ്റ്ബിന്നും അതുപോലെ തന്നെ അത് ക്ലീനാക്കാനുള്ള ക്ലീനിങ് സ്റ്റാഫും എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രകൃതിയായിട്ട് നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷനും കുന്നും ചെരിവും താഴ്വാരങ്ങളും കാടും മേടും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളതൊക്കെ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളങ്ങനെ നടന്നിട്ട് ഈ ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ഒരു അടിപൊളി കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്ത് നല്ല അടിപൊളി റിസോർട്ടും അതിൻ്റെ തൊട്ടപ്പുറത്ത് ബീച്ചും പിന്നെ നമ്മുടെ ദോഹ സിറ്റിയും എല്ലാം കൂടെ കാണുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കേട്ടോ. താഴെ കാണുന്ന ബീച്ചാണ് ഖത്തറ ബീച്ച്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ദ്വീപ് പോലെ കാണുന്നതാണ് നമ്മളെ പേൾ ഖത്തർ. പേൾ ഖത്തർ ഒരു അടിപൊളി സിറ്റിയാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ നിർമ്മിച്ചെടുത്താണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ വേറൊരു ദിവസം പോവാം. അങ്ങനെ നമ്മളിതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. അടിപൊളി. താഴത്ത് ഖത്തറ കൾച്ചറൽ വില്ലേജും കാണുന്നുണ്ട് കേട്ടോ. അതും നമുക്ക് വേറൊരു ദിവസം പോയി കാണാം. എന്തായാലും അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ. നമുക്ക് ഹിൽ സ്റ്റേഷൻ്റെ ടോപ്പിൽ നമുക്ക് സ്റ്റേ ചെയ്യാനും ക്യാമ്പ് ചെയ്യാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ സെക്യൂരിറ്റിനോട് പോയി പെർമിഷൻ എടുത്താൽ മതി. ക്യാമ്പ് ഫയറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള അടിപൊളി സ്പോട്ടുകളും മുകളിലുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയി തുടങ്ങി. സൂര്യൻ താഴാൻ തുടങ്ങി. നമ്മളപ്പോൾ പുറത്ത് വാക്കിംഗ് ഏരിയയൊക്കെ ഇറങ്ങി. ഈ ഒരു നടപ്പാത കണ്ടില്ലേ, ഇതിൻ്റെ ചുറ്റുപുറമുണ്ട്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റും ഇവിടെ. നമ്മൾ ഇടയ്ക്ക് രാത്രി നടക്കാൻ വരാറുണ്ട് ഇവിടെ. രാത്രിയിൽ നടപ്പാതിൻ്റെ ഇരു സൈഡിലും ലൈറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രാത്രി ഒരുപാട് പേര് നടക്കാൻ വരാറുണ്ട്. ഇപ്പോൾ ഈ ചൂടുകാലം ആയതുകൊണ്ട് രാത്രിയാണ് എല്ലാവരും നടക്കാൻ വരാറ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് നല്ല അടിപൊളി ടെന്നീസ് കോർട്ട് ഉണ്ട് കേട്ടോ. ഒരു 3-4 കോർട്ട് അടുപ്പിച്ച് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. നമുക്കൊരു ചെറിയ എമൗണ്ട് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂർ 2-3 മണിക്കൂർ നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റും. ടെന്നീസ് അറിയുന്നവർക്ക് വന്ന് കളിക്കാം. ടെന്നീസും അതുപോലെ പെഡലും. നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം വൈകുന്നേരങ്ങളിൽ നല്ല ആളുണ്ടാവാറുണ്ട്. അതുകൊണ്ട് ബുക്കിംഗാണ് മെയിനായിട്ട്. അങ്ങനത്തെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലാണ് നമുക്കിവിടെ വാട്ടർഫാൾസ് ഉള്ളത്. ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ ഈ പാർക്കിലൂടെ നടന്നിട്ട് ഒരു പേപ്പർ വർഷം പോലും ഞാൻ നിലത്തോടെയും കണ്ടിട്ടില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടോ ഇത് സംരക്ഷിക്കുന്നവർ. അതാണ് ഇവരുടെ മെയിനായിട്ടുള്ള വിജയം. അങ്ങനത്തെ നമ്മൾ അടുത്ത സൈഡിലോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുക. ഖത്തറിൽ ഭയങ്കര ചൂടായതുകൊണ്ടും നമ്മൾ വന്നത് ഉച്ച സമയമായതുകൊണ്ടാണ് ഇവിടെ ആരും കാണാത്തത്. അങ്ങനെ നമ്മൾ നടന്നിട്ട് അരുവിയുടെ അടുത്തെത്തിയുണ്ട്. ഒരു ചെറിയ വാട്ടർഫാൾസ് പോലുള്ള ഒരു കാട്ടരുവി. നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. ഇതും ഇവർ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഇവിടെ ഉണ്ടായതൊന്നുമല്ല. ഈ ഒരു മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെ കാണുന്നത് ഒരു വലിയ കുളിർ തന്നെയാണ്. അങ്ങനെ നമ്മൾ നടന്ന് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണ്ടോ. ഇത് ഇവിടെ ചെന്നുന്ന ഒരു ചെറിയ പൂളിലേക്കാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിയും മറിഞ്ഞും ഒക്കെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത അരുവിയും കുന്നും ചെരുവുമാണെന്ന് നമുക്കറിയുമെങ്കിലും നമ്മൾ കേരളത്തിൽ നിന്നൊരു മലയാളി എന്ന നിലയ്ക്ക് നമുക്കിത് കാണുമ്പോൾ മനസ്സിനൊരു കുളിരാണ്. പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു വെള്ളത്തിൻ്റെ സൗണ്ടും അതുപോലെ ചുറ്റുപുറമുള്ള മരത്തിന്മേലുള്ള കിളികളുടെ സൗണ്ടും ഒക്കെ പാടാകുമ്പോൾ നമ്മളെ മനസ്സിനൊരു പ്രത്യേക ഫീലാണ്. നമ്മളെ നാട്ടിൽ പുഴയും മലയും കുന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്ന ഇതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെ ഈ ഒരു അരുവി ഒഴുകി ചെന്ന് എത്തുന്ന ഒരു ചെറിയ തടാകത്തിലാണ്. ആ തടാകത്തിലെ വെള്ളം തന്നെയാണ് പിന്നെയും പമ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. ഒരു സൈക്കിൾ ചെയിൻ പോലെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക 24 hours. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീലാണല്ലോ നമുക്ക്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പക്ഷേ വൃത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലല്ലാന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എല്ലാ ഏരിയയിലും നല്ല അടിപൊളിയായി വൃത്തിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും തടാകത്തിനൊക്കെ ഒരു ഭംഗി, നല്ല അടിപൊളി വെള്ളം
കണ്ടിട്ട് ചാടി കുളിക്കാൻ തോന്നുന്നു. അതൊന്നും ഇവിടെ പറ്റൂല കേട്ടോ, അലൗഡ് അല്ല. അലൗഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മലയാളീസ് വന്നിട്ട് ഫുള്ളായിട്ട് അതിൽ കുളിയും നനയൊക്കെ ഉണ്ടാവും. അതൊന്ന് ആലോചിച്ചൊക്കെ, ചേച്ചിമാർ അതിൻ്റെ പക്കത്തിരുന്നിട്ട് ഇങ്ങനെ അലക്കുന്നതൊക്കെ അടിപൊളിയായിരിക്കില്ലേ. എന്തായാലും ഖത്തറിലുള്ള എല്ലാ മലയാളീസും ഇവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു ഫീല് നമുക്ക് എന്തായാലും കിട്ടും. ഈ മരുഭൂമിയുടെയും വലിയ വലിയ കെട്ടിടങ്ങളുടെയും നടുവിൽ ഇതുപോലെ പച്ച വിരിച്ച് നിൽക്കുന്ന വലിയൊരു കുന്നും ചെരുവും അതിൻ്റെ നടുവിൽ ഇതുപോലെ ഒരു തടാകവും അരുവിയൊക്കെ ആകുമ്പോൾ എന്തായാലും നമുക്ക് മനസ്സിന് നല്ലൊരു കുളിർമ തരുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടെയൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് വൃത്തികേടാക്കാതിരുന്നാൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഇവർ നമുക്ക് സപ്പോർട്ടാണ്. നല്ല വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിരാണ്. അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് നമ്മളിതേ മുകളിലോട്ട് തന്നെ കയറി വന്നിട്ടുണ്ട്. മുകളിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി സംഭവമാണ്. ഇതിന് മുകളിൽ നമുക്ക് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് വല്ല കോഫി കുടിക്കാനോ അതുപോലെ സ്നാക്സോ ഇനിയിപ്പോൾ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാനാണെന്ന് വെച്ചാൽ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ എന്താണ് ഓർഡർ ചെയ്തത് അത് കുറച്ച് സമയത്തിനുള്ളിൽ അവർ സെറ്റ് ചെയ്ത് തരും. ദോഹയിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ മാത്രമാണ് ഖത്തർ കൾച്ചറൽ വില്ലേജിലേക്കുള്ളത്. ഇവിടേക്കുള്ള എൻട്രിയും ബാക്കിയുള്ള കാര്യങ്ങളും തികച്ചും സൗജന്യമാണ്. അതുകൊണ്ട് ഖത്തറിലുള്ള എല്ലാ മലയാളികളും ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങോട്ട് കയറിപ്പോരും. അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകും. നല്ല അടിപൊളി ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല മരങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു കേരളത്തിലെത്തിയ ഫീൽ കിട്ടും. അങ്ങനെ നമ്മൾ വന്നിട്ട് കുറച്ച് സമയമായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടാണ്. നമ്മൾ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് വന്ന വഴി കൂടെ തന്നെ തിരിച്ച് നടക്കണം. നമ്മൾ തിരിച്ചിറങ്ങുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നത്. നമ്മളെ സെക്യൂരിറ്റി ആയിട്ട് നമുക്കൊരു ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തു തന്നു. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്